കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച്, AI കുറിച്ച് ഒരുപാട് സംവാദങ്ങൾ നടന്നു വരികയാണ്. ഞാൻ വിചാരിക്കുന്നു ഈ AI വന്നതുകൊണ്ട് നമ്മളൊക്കെ NI കുറിച്ച്, അതായത് നാച്ചുറൽ ഇൻ്റലിജൻസിനെ കുറിച്ച് കുറച്ചും കൂടി ചിന്തിക്കാൻ തുടങ്ങി എന്നാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്കിൽ അവാർഡൊക്കെ വാങ്ങിച്ച, പുലിറ്റ്സർ പ്രൈസ് വാങ്ങിച്ച ഒരു പത്രപ്രവർത്തകൻ തോമസ് ഫ്രീഡ്മൻ ഒരു പുസ്തകം എഴുതി, താങ്ക് യു ഫോർ ബീങ് ലേറ്റ്. ആ പുസ്തകത്തിൻ്റെ പ്രധാന ആശയം AI യുഗത്തിൽ മനുഷ്യരായ നാം എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ഈ AI കുറിച്ച് വരുന്ന ചർച്ചകളിലൊക്കെ പലപ്പോഴും നാം കാണുന്നത്, പ്രത്യേകിച്ച് ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ ആ സമയം AI കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ AI ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ അത് നമ്മളല്ല ഫീഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന്. ഇത് പലരും കേട്ടിട്ടുണ്ടാവും. വളരെ സാധാരണ രീതിയിൽ കേൾക്കുന്ന ഒരു ആശയമാണ്. AIക്ക് നാമല്ല ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതല്ലേ AI അറിയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നിർമ്മിത ബുദ്ധിയുടെ നിർമ്മിതി എന്താണെന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് അല്ല. അതായത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ നാം പ്രോഗ്രാമിംഗ് അല്ല ചെയ്യുന്നത്. പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോഴാണ് നാം ഓരോ സ്റ്റെപ്പും അതിന് പറഞ്ഞു കൊടുക്കുന്നതും അതിനുള്ള ഡേറ്റ അതിന് കൊടുക്കുന്നതും. യഥാർത്ഥത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എന്താ നടക്കുന്നത്? IIT കാൺപൂരിൽ ഉള്ള കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ദ ഹ്യൂമൻ ബേബി പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിന് ആ പേരിട്ടത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണോ ഒരു ശിശു ജനിച്ചു കഴിഞ്ഞിട്ട് ആ ശിശു കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ ഉൾക്കൊണ്ട്, കാണുന്ന കാഴ്ചകളൊക്കെ ഉൾക്കൊണ്ട്, വിദ്യാലയത്തിൽ പോയില്ലെങ്കിലും പോലും, ഒരുപക്ഷെ വിദ്യാലയത്തിൽ പോയില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നോ, അതുപോലെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം പഠിക്കുന്നത്. അതുകൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ അതിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്ന് മാത്രമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിന് യഥാർത്ഥത്തിൽ കണ്ണും കാതും മൂക്കും ഒക്കെയാണ് കൊടുക്കുന്നത്, അത്രേ ഉള്ളൂ. പിന്നീട് അത് സ്വന്തം പഠിച്ചെടുക്കുകയാണ്. ഇതിലെന്താണ് പ്രശ്നം? ഒരിക്കലും ഒരു മനുഷ്യ മസ്തിഷ്കത്തിന്, നമ്മുടെ തലച്ചോറിന് ആ വേഗതയിൽ അത്ര കാര്യങ്ങൾ അത്ര പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കില്ല. അതായത് ഇൻ്റർനെറ്റിൽ ഇത് തുടങ്ങിയ കാലത്തിൽ 90കളിൽ തുടക്കത്തിൽ പലതും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അത് അവിടെ ഫീഡ് ചെയ്തിരുന്നില്ല, അപ്ലോഡ് ചെയ്തിരുന്നില്ല. പക്ഷെ പിന്നീട് പഴയ ഗ്രന്ഥങ്ങൾ പോലും സ്കാൻ ചെയ്ത് നാം ഇപ്പോൾ ഇൻ്റർനെറ്റിലെല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്നു. പറഞ്ഞാൽ ലോകത്തിലുള്ള മനുഷ്യന്മാരുടെ എല്ലാ തലച്ചോറിൻ്റെയും യോജിച്ച അറിവ് അത് ഇൻ്റർനെറ്റിൽ നിന്ന് ലഭ്യമാണെന്ന് പറയാം, കുറേയൊക്കെ. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ സിസ്റ്റമിന് പെട്ടെന്ന് അതിനെയൊക്കെ സ്കാൻ ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറയാം. ഒരു ഡോക്ടർ, ആ ഡോക്ടർ ഓൺകോളജിസ്റ്റ് ആണെന്ന് വെച്ചോളൂ, ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് വെച്ചോളൂ. ആ ഡോക്ടറിന് ഒരു പേഷ്യൻ്റ് കിട്ടുന്നു, ലങ് ക്യാൻസർ ഉള്ള പേഷ്യൻ്റ്. ആ ഡോക്ടറുടെ അടുത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ ലോകത്തിൽ ഇന്നാൾ വരെ MRI, CT സ്കാൻ, ഇങ്ങനെയുള്ള PET സ്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ഇൻ്റർനെറ്റിൽ ലഭ്യമായിരിക്കുന്നത് അതൊക്കെ ആ ഡോക്ടറിന് കുറച്ച് സെക്കൻഡുകളിൽ കണ്ടെത്തി അതിനൊക്കെ അനലൈസ് ചെയ്ത് ആ സിസ്റ്റം പറഞ്ഞു തരും, നിങ്ങൾ അപ്ലോഡ് ചെയ്ത സ്കാനിങ് ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണെങ്കിൽ ഇതാണ് ഇന്നാൾ വരെ കണ്ടുപിടിച്ചതെന്ന്. ഒരിക്കലും ഒരു ഡോക്ടറിനും
നാച്ചുറൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നാച്ചുറൽ ഇൻ്റലിജൻസ് എന്താണ് എന്നുള്ള ചോദ്യമാണ് വളരെ പ്രസക്തമാവുന്നത്. മനുഷ്യനെ മനുഷ്യരാക്കുന്നത് എന്താണ്? സംസ്കൃതത്തിൽ പ്രാചീന ഒരു ശ്ലോകമുണ്ട്. മൃഗങ്ങൾക്കും മനുഷ്യർക്കും തമ്മിൽ എന്താണ് വ്യത്യാസം? ആഹാര, നിദ്ര, മൈഥുന. അതായത് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, മൃഗങ്ങൾ എന്ന് വെച്ചാൽ പ്രാണികൾ, പക്ഷികളെല്ലാം ഉൾപ്പെടെ, അവരിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം, ഉറക്കം, പ്രജനനം, ഇത് മാത്രമാണ് അവിടെ ചിന്ത. മനുഷ്യന് മാത്രമേ വിവേകമുള്ളൂ എന്നാണ് പറയുന്നത്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളതിനെ തിരിച്ചറിയാനുള്ള കഴിവ് അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പോൾ AI യുഗത്തിലോ? AI യുഗത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ നമ്മൾ കാണുന്നത്, അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു വശം മാത്രം, വളരെ ചെറിയ വശം മാത്രമാണ് LLMs, ലാർജ് ലാംഗ്വേജ് ലേണിംഗ് മോഡൽസ്, അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ്. ChatGPT, പെർപ്ലെക്സിറ്റി, ജെമിനൈ എന്നൊക്കെ കാണുന്നത് അതിൻ്റെ ഒരു വളരെ ചെറിയ ഒരു അംശമാണ്. അതിലിപ്പോൾ ആരെങ്കിലും വിവേകം എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി അത് ഉത്തരം പറയും. പക്ഷേ ഈ ഉത്തരം എടുത്തിരിക്കുന്നത് സ്വന്തം ചിന്തിച്ചിട്ടല്ല, ഇൻ്റർനെറ്റിൽ ലഭ്യമാകുന്ന ആശയങ്ങളെ ശേഖരിച്ചു കൊണ്ടാണ്. അപ്പോൾ ജെമിനൈൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മുടെ ആർച്ച് ബിഷപ്പ് പറഞ്ഞല്ലോ, ജെമിനൈൻ്റെ അടുത്ത് നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് ചോദിച്ചാൽ, ഓ പിന്നെയല്ലേ, നിന്നെ സ്നേഹിക്കാതെ വേറെ ആരിനെ സ്നേഹിക്കും എന്നൊക്കെ ഒരുപാട് ഭംഗി വാക്കിൽ പറയും. പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെ നീ ആരാണെന്ന് ചോദിച്ചാൽ അതും നല്ലോണം പറയും. അതിനെ സൈക്കോളജിയിലും തത്വശാസ്ത്രത്തിലും ഫിലോസഫിയിലും പറയുന്നത് മെറ്റാ കോഗ്നിഷൻ എന്നാണ്. പക്ഷേ ഈ പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ അതിന് പറയാൻ പറ്റില്ല. അതിനെ മെറ്റാ കോഗ്നിഷൻ എന്ന് പറയും. നമ്മളാണെങ്കിൽ പെട്ടെന്ന് പറയും ഈശ്വരനാണ്, ദൈവമാണെന്ന്. അത് ഒരിക്കലും അതിന് പറയാൻ പറ്റില്ല. നാം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാൻ പറ്റും ഞാൻ ആരാണെന്ന്, പക്ഷെ അതിന് സ്വന്തം ഞാൻ ആരാണെന്ന് ചിന്തിക്കാൻ പറ്റില്ല. അത് മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. ഞാൻ ആരാണ് എന്നുള്ള ചിന്തയാണ് ശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും ആധ്യാത്മികതയിലും മതത്തിലുമൊക്കെ എല്ലാ തത്വങ്ങളെയും അന്വേഷിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. ഞാൻ ആരാണ്? ഹൂ ആം ഐ? ഇതിനെ തത്വശാസ്ത്രത്തിൽ സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയും, സെൽഫ് അവയർനെസ്. ഞാൻ ആരാണ്? ഞാൻ ഈ ശരീരം മാത്രമാണോ? അല്ല, ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? ഇത് AI-ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ബുദ്ധിപരമായി, ഡേറ്റ പരമായി, വസ്തുതാപരമായി ഒരിക്കലും നമുക്ക് AI-നോട് മത്സരിക്കാൻ പറ്റില്ല. ആ മത്സരം നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, യു ഷുഡ് നോ വിച്ച് ബാറ്റിൽസ് ടു ഫൈറ്റ്, പിക്ക് യുവർ ബാറ്റിൽസ്. അപ്പോൾ ദിസ് ഇസ് നോട്ട് അവർ ബാറ്റിൽ. AI വേഴ്സസ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ഷുഡ് നോട്ട് ബി അവർ ബാറ്റിൽ. അതല്ല നമ്മുടെ മത്സരം, അതല്ല നമ്മുടെ യുദ്ധം. AI-ൽ, ആ AI യുഗത്തിൽ 4 യുഗമായിട്ടാണ് പറയുന്നത്. ആദ്യം മെഷീനുകൾ വഴി നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നാം പഠിച്ചപ്പോൾ ആദ്യം ഒരാൾ ഒരു പുള്ളി ഉണ്ടാക്കില്ലേ, ഈ കിണറിലൊക്കെ വെള്ളം കോരാൻ പണ്ടത്തെ തറവാടിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് ആ പുള്ളി. അവിടെ നിന്നാണ് ആദ്യത്തെ വിപ്ലവം തുടങ്ങിയത്. പിന്നെ രണ്ടാമത്തെ വിപ്ലവം സ്റ്റീം എഞ്ചിൻ വന്നപ്പോഴാണ്. മൂന്നാമത്തെ വിപ്ലവം IT റെവല്യൂഷൻ, കമ്പ്യൂട്ടർ വന്നപ്പോൾ. പക്ഷേ AI-നെയാണ് 4ാമത്തെ തൊഴിൽ വിപ്ലവം എന്ന് സൂചിപ്പിക്കുന്നത്, 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ ഈ AI-ൽ നമുക്കിത് ഉപയോഗിക്കാൻ അറിയണം. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? എന്താണത് ചെയ്യുന്നത്? ഇപ്പോൾ എനിക്ക് ഒരു പേപ്പർ, അക്കാഡമിക് പേപ്പർ എഴുതണമെങ്കിൽ 3 പതിറ്റാണ്ട് മുമ്പ് ഞാൻ എന്ത് ചെയ്യും? ഒരു ലൈബ്രറിയിൽ പോവും. നല്ല ലൈബ്രറി തിരഞ്ഞെടുത്തിട്ട് അവിടെ പോയിട്ട് ആ വിഷയം ഉള്ള ഭാഗത്ത് പോയി അവിടെയുള്ള പുസ്തകങ്ങളൊക്കെ എടുത്ത് ഒന്നൊന്നായി വായിച്ച് നോട്ട്സ് ഉണ്ടാക്കും. ഇന്നോ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇന്ന്
ട്രെയിൻഡ് LLM, അതായത് ചാറ്റ് GPT പൈസ കൊടുത്ത് വാങ്ങിച്ച് അതിനെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഐറ്ററേഷൻ എന്ന് പറയും അതിനെ. പിന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ കോഴ്സും പഠിച്ച് പരീക്ഷയൊക്കെ പാസ്സായി. എന്തിനാണ് സ്വാമിജി ഇതൊക്കെ ചെയ്യുന്നത്? ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത്, അതിനെ വീണ്ടും എങ്ങനെ തിരുത്തണം, അതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. ഇന്ന് മറ്റേ എഞ്ചിനീയറിങ്ങിനേക്കാളും കൂടുതൽ പ്രസക്തമുള്ളത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. ആ പ്രോംപ്റ്റ് അത് കൊടുത്താൽ ചാറ്റ് GPT എനിക്ക് വളരെ ഭംഗിയായി ഏതൊക്കെ പുസ്തകം വായിക്കണം, എന്തൊക്കെ പേപ്പർ കൺസൾട്ട് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ലൈബ്രറിയിൽ പോയി ഇത് ചെയ്ത കാര്യം അത് ഞാൻ ചാറ്റ് GPT ചെയ്യുന്നു. അതിനെ അങ്ങനെ പകർത്തിയെടുക്കുന്നില്ല, കോപ്പി അടിക്കുന്നില്ല. അത് പ്ലേജറിസം, അത് ചെയ്യുന്നില്ല. പക്ഷേ റെഫറൻസിങ്ങിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ചാറ്റ് GPT. ഒരു വിഷയത്തിൻ്റെ പല വശങ്ങൾ മനസ്സിലാക്കാൻ പെട്ടെന്ന് നമുക്ക് വരുന്നതാണ് ഈ LLM ഒക്കെ. അപ്പോൾ അതിനങ്ങനെ ഉപയോഗിക്കണം. ഒരു ടൂളായിട്ട്, ഒരു ഉപകരണമായി തീർച്ചയായിട്ടും അതിനെ ഉപയോഗിക്കണം. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിക്കാൻ വന്നപ്പോൾ നമ്മുടെ അനുപച്ചനും ജോർജ് സാറും വന്നിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, പണ്ട് വൈദ്യുതി ആദ്യം വന്ന കാലത്തിൽ എത്രയോ സഭകളിലും അമ്പലങ്ങളിലും മഠങ്ങളിലുമൊക്കെ വൈദ്യുതി നാം ഉപയോഗിക്കണോ എന്നതിനെക്കുറിച്ച് പതിറ്റാണ്ടുകളോളം ചർച്ച നടന്നിരുന്നു. നമുക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, രേഖകളുണ്ട്. ഇത് തന്നെയാണ് ചർച്ച, വെദർ വി ഷുഡ് യൂസ് ഇലക്ട്രിസിറ്റി ഓർ നോട്ട്. അതിന് കൊടുത്ത യുക്തി എന്താണ്? വൈകുന്നേരമാവുമ്പോൾ, അന്ധകാരമാവുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ധ്യാനിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. ഈ വൈദ്യുതി ഇത് ചെകുത്താൻ്റെ കണ്ടുപിടുത്തമാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നുള്ള. ഇന്ന് 2020 നമുക്കതൊരു 26 അതൊരു പ്രഹസനമായി തോന്നിയേക്കാം. പക്ഷെ അന്ന് ഒരു വലിയ ചർച്ചയായിരുന്നു, എല്ലാവിടെയും വലിയ ചർച്ചയായിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വന്നപ്പോൾ വലിയ ചർച്ചയായിരുന്നു. ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിലുണ്ട്, അതിനെ നല്ലവണ്ണം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ AI എന്ന് പറയുന്നത് ഒരു ഉപകരണമാണ്. പക്ഷേ മനുഷ്യൻ എന്താണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. മനുഷ്യന് സംസ്കൃതത്തിലൊരു നല്ല വാക്കുണ്ട്, സഹാനുഭൂതി. പലരും അതിനെ ഇംഗ്ലീഷിൽ എംപത്തി എന്ന് അനുവാദം ചെയ്യുന്നു, പക്ഷെ എനിക്ക് അതോട് യോജിപ്പില്ല. സഹാനുഭൂതി പല ഭാരതീയ ഭാഷകളിലും ആ വാക്കുണ്ട്. അതായത് എനിക്ക് വിഷമം തോന്നിയാൽ നിങ്ങൾക്ക് വിഷമം തോന്നും, നിങ്ങൾക്ക് ആനന്ദം സന്തോഷമുണ്ടായാൽ എനിക്കും സന്തോഷമുണ്ടാവുന്നു. ഇതൊരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റംസിനും ചെയ്യാൻ പറ്റില്ല. സോണിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലും ഹോണ്ട ഈ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലും അവർ കുറേ കാലം മുമ്പ് തന്നെ ഒരു ഹ്യൂമനോയിഡിനെ റിസപ്ഷനിസ്റ്റായിട്ട് വെച്ചു. ഹ്യൂമനോയിഡ് എന്ന് വെച്ചാൽ കാണാൻ മുഴുവൻ മനുഷ്യൻ പോലെ തന്നെ ഉണ്ടാവും, പക്ഷേ റോബോ ആണ്. അപ്പോൾ ഒരാൾ ഇവിടുന്ന് വരുമ്പോൾ തന്നെ ഇത് സ്കാൻ ചെയ്യും, ബ്ലഡ് പ്രഷറും പിന്നെ വേർത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഹലോ, പിന്നെ ഏത് ഭാഷയാണ് അവർ സംസാരിക്കുന്നത് അത് ചോദിച്ചിട്ട് ആ ഭാഷയിൽ ഉത്തരം പറയും. നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണോ, ചായ കുടിക്കുന്നോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചാലും ആ അനുഭവം ഈ AI-ന് ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് AI യുഗത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ AI-നെ എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. AI-നെ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത്, AI ഉപകരണങ്ങളിലൊക്കെ എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് ജോലി ചെയ്യാനും മറ്റു കാര്യങ്ങളിലും ഒരുപാട് എളുപ്പം ഉണ്ടാവുമെന്ന് മാത്രമല്ല, നമുക്കതിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കും. പലരും പറഞ്ഞു സർഗാത്മക പ്രവർത്തനത്തിലൊന്നും ഈ ക്രിയേറ്റിവിറ്റിയിലൊന്നും AI-നെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. പല സിനിമകളും ഇന്ന് മുഴുവൻ AI മ്യൂസിക്കും AI എഴുതിയ രസകരമായ പാട്ടുകളൊക്കെ വരുന്നത്. ചില ആപ്പൊക്കെ ഉണ്ട്, സുണോ എന്നൊരു ആപ്പുണ്ട്. എന്താണ് പാട്ട് എന്ന് എഴുതി കൊടുത്താൽ മതി അതിൻ്റെ സാഹചര്യത്തിന്. നമുക്കൊന്നും പാടാത്ത രീതിയിൽ എന്ത് സ്വരത്തിൽ വേണം, യേശുദാസിനെ പോലെ വേണം, ബാലസുബ്രഹ്മണ്യനെ പോലെ വേണം എന്നൊക്കെ പറഞ്ഞാലും മതി. അതേ രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് കുറച്ച് സെക്കൻഡുകളിലൂടെ പാട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ക്രിയേഷൻ പറ്റില്ല എന്നുള്ളതും ശരിയല്ല. പറ്റും. എന്തൊക്കെയാണോ ഈ അറിവിൽ നിന്ന് വരുന്നത് അതൊക്കെ പറ്റും. പക്ഷേ ഹൃദയത്തിൽ നിന്ന് എന്തൊക്കെയാണോ വരുന്നത് അതൊന്നും പറ്റില്ല.
അതിനെ അനുഭവിക്കാൻ പറ്റില്ല. ഇന്ന് ആധ്യാത്മികതയുടെ, മതപരമായ ജീവിതയുടെ, ഒരു ആത്മീയ ജീവിതത്തിലൂടെ പ്രസക്തി ഏറ്റവും വലുതാണ്. ആധ്യാത്മികയ്ക്ക് മാത്രമേ, ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് മാത്രമേ AI യുഗത്തിനെ അതിജീവിക്കാൻ പറ്റുള്ളൂ. മസ്തിഷ്കത്തിനെ മാത്രം ആശ്രയിച്ച്, അല്ലെങ്കിൽ ഭൗതിക നേട്ടത്തിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആർക്കും തന്നെ AIനെ അതിജീവിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, AIൻ്റെ അടിമകൾ മാത്രമായി തീരും. ഇവിടെ കുറേ വൈദിക ജീവിതത്തിലുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ശരിക്കും നമുക്ക്, പ്രത്യേകിച്ച് ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് എന്താണ് നാം ശ്രദ്ധിക്കേണ്ടത്? ഈ അനുഭവം, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. കുറേയൊക്കെ പറഞ്ഞാൽ മിസ്റ്റിസിസം, അതിൻ്റെ പ്രസക്തി ഈ യുഗത്തിൽ ഒരുപാടാണ്. എൻ്റെ അടുത്ത് ചോദിച്ചാലും വാട്ട് ഈസ് ഗോഡ് എന്നൊക്കെ ചോദിച്ചാൽ ഒരുപക്ഷെ പല സെയിൻസ് എഴുതിയ ഗ്രന്ഥങ്ങളിലൊക്കെ സ്കാൻ ചെയ്ത് പെട്ടെന്ന് പറയും. പക്ഷെ ആ അനുഭവം അതിനൊരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് സ്പിരിച്വൽ ലൈഫ്, എക്സ്പീരിയൻസ്ഡ് റിലീജിയസ് ലൈഫ്, അതിൻ്റെ പ്രസക്തി ഇന്ന് വളരെ അധികമാണ്. അതാണ് നമുക്ക് വേണ്ടത്. ഈ സ്നേഹം വെറുതെ ഒരു വ്യക്തിയെ കണ്ട് ആ വ്യക്തിയുടെ മുഖത്തിനെ കണ്ടോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പശ്ചാത്തലത്തിനെ ഊഹിച്ചുകൊണ്ടോ, അങ്ങനെയല്ലാതെ എല്ലാവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ട് മാത്രം സ്നേഹിക്കുക. ഡിവൈൻ ലവ്, ലവ് ബേസ്ഡ് ഓൺ ഡിവിനിറ്റി, അതിൻ്റെ ആവശ്യമാണെന്ന് നമുക്ക്. അങ്ങനെ ചെയ്യുമ്പോൾ AI അതിൻ്റെ വ്യാപനം ഒരുപാടുണ്ടായാലും നമുക്കതൊന്നും ബാധിക്കാതെ വരും. നമുക്കതൊരു വിഷയമേ ആവാതെ മാറും. കാരണം ഈ യുഗത്തിൽ നമുക്ക് വേണ്ട 2-3 കാര്യങ്ങളാണ്. കെയർ. ഒരു രോഗി വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അസുഖത്തിൽ കഷ്ടപ്പെടുമ്പോൾ ആ രോഗിയെടുത്ത് പോയി അടുത്ത് ഇരിക്കുന്നത്. AIന് വ്യാപനം വരുന്ന കുറേ പതിറ്റാണ്ട് മുമ്പ് തന്നെ നമ്മുടെ ആതുര സേവന രംഗത്തിൽ, അതായത് മെഡിക്കൽ ഫീൽഡിൽ, ഇന്നത്തെ മെഡിക്കൽ സ്റ്റുഡൻസൊക്കെ വളരെ ആഗ്രഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്താണെന്നറിയോ? റേഡിയോളജി. റേഡിയോളജിയിൽ MD ചെയ്യാനാണ് ഏറ്റവും ആൾക്കാർക്ക് താല്പര്യം. അപ്പം മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ബെഡ് സൈഡ് പ്രാക്ടീസ് എന്ന് പറയും. അതായത് ഒരു രോഗീനെ പോയി കാണുന്നത്, അത് തീരെ ഇല്ലാത്ത ഒരു മേഖലയാണ് റേഡിയോളജി. മെഷീൻ്റെ റിസൾട്ടിന് മാത്രം അവിടെ ഒരു ഒപ്പിട്ടാൽ മതി, അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടാവും ഇത് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി കാണിക്കണം എന്ന്. അപ്പോൾ തീരെ ചുമതല, ഉത്തരവാദിത്വം ഒന്നുമില്ലാത്ത ഒരു, പക്ഷെ നല്ല വരുമാനമുള്ള ഒരു മേഖലയാണ് റേഡിയോളജി. അതാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ AI വരുന്ന മുമ്പ് തന്നെ AIനെ പോലെയുള്ള പ്രവർത്തനം നാം തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ AI വിപ്ലവത്തിനെ ഭഗവാന്റെ തന്നെ, സർവേശ്വരൻ്റെ തന്നെ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാരണം ഈ AI വന്നപ്പോഴാണ് നാച്ചുറൽ ഇൻ്റലിജൻസിനെ കുറിച്ചും കോൺഷ്യസ്നെസ്സിനെ കുറിച്ചും ലോകമെങ്ങും ചർച്ചകൾ തുടങ്ങിയത്. എന്താണ് കോൺഷ്യസ്നെസ്? മിക്ക ആൾക്കാരനെ, അതായത് മതപരമായ ജീവിതം നയിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ടു സ്റ്റിമുലൈ. ആരെങ്കിലും വന്നു നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കുന്നു, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതാണ് കോൺഷ്യസ്നെസ്. പുറത്ത് കാലാവസ്ഥ മാറുന്നു, അതിന് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? അതാണ് കോൺഷ്യസ്നെസ്. വ്യാപിച്ച ഒരു ബോധം ഉണ്ട് എന്നുള്ള ബോധം അവിശ്വാസികൾക്കില്ല. അവിശ്വാസി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിശ്വാസി, അതായത് വെറുതെ പേരിന് ദേവാലയങ്ങളിൽ പോകുന്ന ആൾക്കാരനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈശ്വരനിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് മാത്രമേ സർവ്വവ്യാപിയായിരിക്കുന്ന ബോധത്തിനെ കുറിച്ച് വിശ്വാസമുള്ളൂ. അപ്പം ഇപ്പോൾ ലോകത്തിൽ ഏകദേശം 40-നേക്കാളും കൂടുതൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് നിർവചനങ്ങളുണ്ട്.
ഡെഫിനേഷൻസ് ഓഫ് കോൺഷ്യസ്നസ്, മോർ ദൻ 40. അപ്പോൾ അവിടെ അവർ പറയുന്നതൊക്കെ എല്ലാം എങ്ങനെയാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, പുറത്തുനിന്ന് ഒരു സ്റ്റിമുലസ് വന്നാൽ അതിന് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അതിനെയാണ് അവർ കോൺഷ്യസ്, നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ പ്രവർത്തനങ്ങളും, ഇതിനൊക്കെയാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഇല്ല ഉള്ളതാണ് അവരുടെ ധാരണ. മതങ്ങൾ മാത്രമാണ് അതല്ല, അതിനും ഉപരി ഇതിൻ്റെയൊക്കെ എല്ലാറ്റിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരു ബോധമുണ്ട്, ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്, കോൺഷ്യസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കോൺഷ്യസ് പവർ ഉണ്ട് എന്ന് പറയുന്നത്. ഇതും ഒരിക്കലും ഒരു AI-ന് മനസ്സിലാക്കാൻ പറ്റില്ല, ആ അനുഭവം പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നാമൊക്കെ ദൈവത്തിൻ്റെ കൂടുതലും അടുത്തേക്ക് ചെല്ലാനുള്ള ഒരു വിളിയും കൂടിയാണ്. ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഇറ്റ്സ് എ വേക്കപ്പ് കോൾ. ഈ ഡിവിനിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ, വാട്ട് മേക്സ് എ ഹ്യൂമൻ ഹ്യൂമൻ, എന്താണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. എല്ലാ മതങ്ങളും പറയുന്നത് മനുഷ്യ ഇനം വളരെ പ്രത്യേകത ഉള്ള ഇനമാണ്. ഇറ്റ്സ് എ സ്പെഷ്യൽ സ്പീഷീസ്, സ്പെഷ്യൽ ബർത്ത്. ഹിന്ദുമതം പറയുന്ന എത്രയോ കോടി ജന്മങ്ങൾ ഉണ്ടായിരുന്നാൽ മാത്രമേ മനുഷ്യനെ ജനിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇത്രയും വില, ഇത്രയും അധികം പ്രത്യേകത മനുഷ്യജന്മത്തിന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കറിഞ്ഞ് മനുഷ്യൻ മാത്രമേ മനുഷ്യൻ ആരാണെന്ന്, മനുഷ്യൻ്റെ ഈ ശരീരം മനസ്സിനെയും അതിക്രമിച്ച് മറികടന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ AI-ൻ്റെ യുഗത്തിൽ ആദ്യം നമുക്ക് വേണ്ടത് AI-നെ മനസ്സിലാക്കുന്നതാണ്. അതിനെ തെറ്റിദ്ധരിക്കുകയല്ല വേണ്ടത്. AI എന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് അല്ല. പിന്നെ ഇതിനെ നമുക്കൊരിക്കലും ഒഴിവാക്കാനും പറ്റില്ല. പിന്നെ ഒരുപക്ഷെ ചില സിസ്റ്റംസൊക്കെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ സ്വന്തം രീതിയിലല്ല. ഇത് 4ാമത്തെ വിപ്ലവമാണെങ്കിലും ഇതൊരു മനുഷ്യ മസ്തിഷ്കത്തിൽ നിന്നാണ് ജനിച്ചത്. ഒരു വിപ്ലവം എന്ന് വെച്ചാൽ എന്താണ്? സാധാരണ മനുഷ്യർ വിചാരിക്കുന്നതിനേക്കാളും മാറി ചിന്തിക്കുക എന്നുള്ളതാണ് വിപ്ലവം. എത്രയോ ആൾക്കാരുടെ തലയിൽ ആപ്പിൾ വീണു, പക്ഷെ ഒരാൾ മാത്രമാണ് ഇതെന്തുകൊണ്ട് വീണു എന്നൊക്കെ വിചാരിച്ചു മാത്രമല്ല, പലർക്കും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ ഐസക് ന്യൂട്ടൺ ആപ്പിൾ വീണപ്പോൾ ഗ്രാവിറ്റേഷണൽ ലോ എന്ന് അദ്ദേഹം ആവിഷ്കരിച്ചു, ശരിയാണ്. പക്ഷെ അതിന് പ്രൂഫ് എഴുതണ്ടേ? അതോടൊപ്പം തന്നെ 3 laws ഓഫ് മോഷൻ അദ്ദേഹം ആവിഷ്കരിച്ചു, പക്ഷേ ഇതിനൊക്കെ പ്രൂഫ് എഴുതണ്ടേ? അപ്പോൾ പ്രൂഫ് എഴുതാൻ ഗണിതത്തിൽ എന്താണ് വഴി എന്ന് നോക്കിയപ്പോൾ അതിന് മാത്രം ഗണിതത്തിൽ അന്നൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ഗണിതജ്ഞൻ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് സ്വന്തം ഗണിതത്തിൽ ഒരു മുഴുവൻ പുതിയ മേഖല ആവിഷ്കരിച്ചു. അതിൻ്റെ പേരാണ് കാൽക്കുലസ്, ഡിഫറൻഷിയേഷൻ, ഇൻ്റഗ്രേഷൻ. ഇതൊക്കെ ഒരേ ഒരു വ്യക്തി കണ്ടുപിടിച്ചു. ഇതൊക്കെ കണ്ടുപിടിച്ച് എല്ലാം പ്രസിദ്ധീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രായം 21 വയസ്സ് മാത്രം. അപ്പോൾ ഒരു വ്യക്തിക്ക് മാത്രമേ, ഒരു മനുഷ്യന് മാത്രമേ പുതിയതായി ചിന്തിക്കാൻ പറ്റുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ എത്ര പുരോഗമിച്ചാലും ഈ ഉള്ള വസ്തുതകളെ വെച്ച് പെർമുട്ടേഷൻ, കോമ്പിനേഷൻ, ഇതിനെങ്ങനെ മാറ്റി അങ്ങനെ മാറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. തീരെ വ്യത്യസ്തമായി, അതിൽ നിന്നൊന്നും തീരെ മാറി ചിന്തിക്കാൻ ഒരിക്കലും പറ്റില്ല. അത് മനുഷ്യനെ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും, നമുക്ക് ഈ സഹാനുഭൂതി, മറ്റുള്ള ആൾക്കാരുടെ അനുഭവത്തിൽ പങ്ക് എടുക്കാൻ പറ്റും. നമുക്ക് ദൈവത്തിനെ അനുഭവിക്കാൻ പറ്റും, ദൈവത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷിച്ച് നടക്കാൻ പറ്റും. ഇതൊക്കെ മനുഷ്യന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റസിലൂടെ, ഈ എൻസൈക്ലിക്കലിലൂടെ നമ്മുടെ പോപ്പ് നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് എ കോൾ ടു ഗോഡ്. ഇതൊരു ദൈവവിളിയാണ്.
ദൈവവിശ്വാസത്തിനെ വീണ്ടും ചിന്തിക്കാൻ നമ്മളെ നിർബന്ധിക്കുന്ന ഒരു വിഷയമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഞാനിത് പറയാൻ കാരണം പല വലിയ വലിയ സ്ഥാപനങ്ങളും ഇതന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിസിക്സ് മാത്രമേ ഞാൻ പഠിക്കുള്ളൂ, ഫിസിക്സ് മാത്രമേ ഞാൻ പഠിപ്പിക്കുള്ളൂ എന്ന് പലരും വളരെ പരസ്യമായി ഞാൻ അവിശ്വാസി എന്ന് പറഞ്ഞ് നടന്ന ആൾക്കാരൊക്കെ ഇന്ന് ക്രിസ്ത്യാനിറ്റിയിൽ എന്താണ് കോൺഷ്യസ്നെസ്, ഹിന്ദുയിസമിൽ എന്താണ് കോൺഷ്യസ്നെസ് എന്ന് ചർച്ച ചെയ്തു തുടങ്ങി. അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, ബാംഗ്ലൂരിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ തൊട്ടടുത്തുള്ള. അവിടെ ഞാൻ ഈ വിഷയത്തിനെക്കുറിച്ച് ഒരു അഡ്ജങ്ക്ട് ഫാക്കൽറ്റിയും കൂടിയാണ്, കോൺഷ്യസ്നെസ്. അപ്പോൾ അവിടെ എപ്പോഴും പല തത്വശാസ്ത്രജ്ഞന്മാരും അതുപോലെ ഫിസിക്സും ആസ്ട്രോഫിസിക്സും ന്യൂറോ സയൻറ്റിസ്റ്റും മാത്തമാറ്റീഷ്യൻസും ഒക്കെ കൂടും. അവർക്ക് ധർമ്മം എന്ന് പറഞ്ഞാൽ പുച്ഛമാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാതെ വയ്യ. കാരണം അവരുടെ അടുത്തുള്ളതും ഈ ഒരു ചോദ്യമാണ്, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് an AI സിസ്റ്റം, ഇൻ്റലിജൻസ് സിസ്റ്റം വിൽ ബിക്കം കോൺഷ്യസ്? ഒരു AI സിസ്റ്റമിന് ബോധമുള്ള സിസ്റ്റമായി മാറാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ ഞങ്ങൾ പറയുന്നത്, അതായത് ഭാരതീയ തത്വശാസ്ത്രം മാത്രമല്ല, ലോകമെങ്ങുമുള്ള മതപ്രസ്ഥാനങ്ങളെ നയിക്കുന്ന വ്യക്തികൾ പറയുന്നത് ഒരിക്കലും ഏതൊരു ആർട്ടിഫിഷ്യൽ സിസ്റ്റമിനും ഈ കോൺഷ്യസ്നെസ്സിനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ കോൺഷ്യസ്നെസ്സിനെ നമുക്ക് സ്വാംശീകരിക്കണം. വി ഹാവ് ടു ഓൺ ദറ്റ് ഡിവൈൻ കോൺഷ്യസ്നെസ്. നമ്മുടെ ആർച്ച് ബിഷപ്പ് പറഞ്ഞല്ലോ, ഇൻ ദി ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. അങ്ങനെയാണ് നമ്മളൊക്കെ എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത്. തൈത്രീയ ഉപനിഷത്തിൽ പറയുന്നു, ആദ്യം ഒരു തത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ പിന്നീട് അത് പലതായി എന്ന്. അതേ കാര്യം തന്നെയാണ് ഛാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു പരമ്പൊരുൾ തന്നെ വേറെ രൂപത്തിൽ മനുഷ്യനായി വന്നു എന്നുള്ളതാണ് മതങ്ങളൊക്കെ എല്ലാം വിശ്വസിക്കുന്നത്. ആ വിശ്വാസം നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കണം. ഓരോ മുഹൂർത്തവും നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിവേകം എന്ന് പറഞ്ഞല്ലോ, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് അതിനെ തിരിച്ചറിയുന്നതാണ് വിവേകം. ഇവിടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിൽ എന്താണ് ആർട്ടിഫിഷ്യൽ, എന്താണ് നാച്ചുറൽ എന്ന് ഓരോ മുഹൂർത്തത്തിലും നാം തിരിച്ചറിയാൻ ശ്രമിക്കണം. വസ്തുതകളുടെ ശേഖരം മാത്രമല്ല ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ ശേഖരിച്ചിരിക്കുന്ന വസ്തുതകളുടെ ഭണ്ഡാരത്തിനെ മാത്രം വിശകലനം ചെയ്ത് അതിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കുന്നതല്ല ഇൻ്റലിജൻസ്. വിവേകാനന്ദ സ്വാമികൾ പറയും, വിദ്യാഭ്യാസം എന്താണ്? നിങ്ങളുടെ തലച്ചോറിൽ ഒരുപാട് ഇൻഫർമേഷൻ ഇട്ടിട്ട് സ്വാമിജി പറയുന്നതാണ്, ടിൽ ഇറ്റ് റൺസ് റയറ്റ് ദെയർ. അവിടെ അതൊരു വലിയ ബഹളമുണ്ടാക്കുന്ന രീതി, അതല്ല വിദ്യാഭ്യാസം. അപ്പോൾ ഈ AI യുഗം കാരണം നമുക്ക് വിദ്യാഭ്യാസത്തിനെയും കുറച്ചും കൂടി ചിന്തിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് അത് ഒരു പക്ഷേ AIന് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നാം ഈ അനുഭവം ആ വശത്തിനെയും ഉൾക്കൊണ്ട് നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും, ഏതൊരു സാഹചര്യത്തിലും ഞാൻ മനുഷ്യനായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തോമസ് ഫ്രീഡ്മൻ ആ പുസ്തകത്തിന് താങ്ക് യു ഫോർ ബീയിങ് ലേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ലേറ്റാകുന്നത് അത് മനുഷ്യരനെ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടും, വൈകി പോകുന്നതും പിന്നെ മരിച്ചു കഴിഞ്ഞ് ലേറ്റ് എന്ന് എഴുതല്ലോ, അത് റോബോന് പറ്റില്ലല്ലോ. അതുപോലെ തന്നെ തെറ്റ് ചെയ്യുന്നതും മനുഷ്യരനെ പറ്റുള്ളൂ. LLM ഒക്കെ പറയും ഐ എം എൻ LLM സോ ഐ മേ കമ്മിറ്റ് മിസ്റ്റേക്സ്. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന, അറിയാതെ ചെയ്യുന്ന തെറ്റൊക്കെ മനുഷ്യരനെ പറ്റുള്ളൂ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്പീക്കർ ഒരു ടെഡ് ടോക്കിൽ പറഞ്ഞു, US വെച്ച് ടെഡ് ടോക്കിൽ, TEDx അല്ല ടെഡ് ടോക്കിൽ ഒരു സ്പീക്കർ പറഞ്ഞു. ഇപ്പോൾ അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇന്നത്തെ ഈ സാങ്കേതിക പുരോഗമനമുള്ള യുഗത്തിൽ നാം ഒക്കെ
എല്ലാവരും തന്നെ ഭൂരിപക്ഷം മനുഷ്യരും നമുക്ക് ഇല്ലാതെ പോകുന്ന അനുഭവം എന്താണെന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? ഇല്ലാത്ത ഒരു അനുഭവം, ബോർഡം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊക്കെ എപ്പോഴാണ് ലാസ്റ്റ് ബോറായതെന്ന്? ഒരാവശ്യമില്ല. ഈ അതെല്ലാവരും കയ്യിൽ കൊണ്ട് നടക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ. ഇന്നലെയാണ് ഞാൻ ഒരാളുടെ അടുത്ത് പറഞ്ഞത്, ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ്. റിയൽ ലൈഫ് ഹാസ് ബിക്കം റിയൽ ലൈഫ് ടുഡേ. എല്ലാവരും റീലിലാണ് അല്ലേ? ഒന്നോ റീൽ ഉണ്ടാക്കുന്നു, ഭൂരിപക്ഷം ആൾക്കാർ റീൽ കാണുന്നു. ബോർഡമില്ല, ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് ബോറായി എന്നുള്ള അവസ്ഥയില്ല. ഇതുപോലത്തെ ബോറൻ പ്രസംഗം കേൾക്കുമ്പോൾ പോലും ആ അവസ്ഥയില്ല. അപ്പോഴും വേറെ എന്തോ നോക്കുന്നു. ബോർഡം. മസ്തിഷ്കത്തിന് ഒരു ഹോളിഡേ ഇല്ല. ആ ബോർഡം കാരണമാണ് കവിത ഉണ്ടായത്, ചെറുകഥ ഉണ്ടായത്, നോവൽ ഉണ്ടായത്, നാടകമുണ്ടായത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇന്ന് വളരെ കുറവായി, സാഹിത്യത്തിലും അത് വളരെ കുറഞ്ഞിരിക്കുകയാണ്. എന്താണത്? നർമ്മബോധം. റീൽ കണ്ട് നമ്മൾ ചിരിക്കും, പക്ഷെ റിയൽ മനുഷ്യനെ കണ്ട് ചിരിക്കുന്നോ? വളരെ വലിയൊരു ചോദ്യമാണ്. കാരണം കൃത്രിമതയെ ആസ്വദിക്കാൻ നാം പഠിച്ചു, പക്ഷെ സ്വാഭാവികതയായിട്ടുള്ള ആ ദിവ്യത്വത്തിനെ, ദൈവികതയെ ആസ്വദിക്കാനും അനുഭവിക്കാനും നമ്മളൊക്കെ എല്ലാവരും മറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ AI വന്നത് വളരെ നല്ലതാണ്. എനിക്ക് തോന്നുന്നില്ല മനുഷ്യ ഇനം ഹോമോസേപ്പിയൻസ് 1,00,000 വർഷമോ എന്തോ ആയിട്ടുള്ളൂ. അത് തുടങ്ങിയ മുതൽ ആ ഇനത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് ഇത്രയും വശങ്ങൾ ഉൾക്കൊണ്ട് ഇത്രയും ഗഹനത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവുമോ എന്ന് ഒരു സംശയം. ഇപ്പോൾ അത് ചിന്തിക്കാൻ കാരണം അത് ഉണ്ടാക്കിയ ഉൽപ്പാദനം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ ഈ മനുഷ്യ ഇനത്തിനെ ചിന്തിക്കാൻ നിർബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം AI മനസ്സിലാക്കുക, ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ലോണം അതിനെ ഉപയോഗിക്കാൻ. കോഴ്സിറ, EDX ഇതുപോലെ പ്ലാറ്റ്ഫോമുകളിൽ കിട്ടുന്ന ചെറിയ ചെറിയ കോഴ്സൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്, ഇതൊക്കെ പഠിക്കുക. പക്ഷേ ഇതൊന്നുമല്ല മനുഷ്യൻ, തീർച്ചയായിട്ടും ഇതൊന്നും ദൈവമല്ല എന്നുള്ളതിനെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിനെ എങ്ങനെ അനുഭവിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് നാം കണ്ട് മനസ്സിലാക്കി, നമ്മളോട് അടുത്തുള്ള, നമ്മളോട് സമ്പർക്കത്തിൽ വരുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക നമ്മുടെ മാതൃകയിലൂടെ. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം, അതായത് വേഗത മാത്രം ആസ്വദിക്കുന്ന, ആഗ്രഹിക്കുന്ന മനുഷ്യ സമൂഹത്തിൽ വേഗത വേണ്ട, എനിക്ക് അധികമല്ല വേണ്ടത്, കുറവ് മതി. വിവേകാനന്ദ സ്വാമികൾ പറയും, നമ്മുടെ സഭ്യത എങ്ങനെയായിരുന്നു? ഇന്ത്യൻ സിവിലൈസേഷൻ, when everyone was trying to find out how to get more and more, we found out how to be satisfied with the least. എല്ലാവരും ഇത്രയും അധികം, എനിക്ക് എത്ര അധികം ഉണ്ടാക്കാൻ പറ്റും എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്രയും കുറഞ്ഞ കാര്യങ്ങളിൽ എങ്ങനെ സംതൃപ്തരായിരിക്കാൻ പറ്റും എന്നുള്ളത് നാം കണ്ടെത്തിയിരുന്നു. അതിൻ്റെ ഒരു നല്ല വാക്കുണ്ട്, അപരിഗ്രഹ. വേണ്ടത് മാത്രം, അതിനെയും കുറവാക്കാം, അതിനുപരി ഒന്നും ഞാൻ വെക്കില്ല എന്ന്. അപ്പോൾ ഈ ബോർഡം നമുക്ക് തിരിച്ചും വേണം. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ആ ജീവിതം നമുക്ക് തിരിച്ചും വേണം. അതിന് സമയം കിട്ടാനുള്ള സാധ്യത AI നമുക്ക് ഒരുക്കി തരും. ഈ മറ്റേ ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാമല്ലോ, പിന്നെ കൂടുതൽ പ്രാർത്ഥിക്കാമല്ലോ. AI പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ AI മെഷീൻ ഇതൊക്കെ കണ്ട്
നമ്മൾ പലരും പേടിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരുപാട് ഇങ്ങനെ നടന്നിട്ടുണ്ട്. വൈദ്യുതിനെ കണ്ട് പേടിച്ചു. ഇൻ്റർനെറ്റ് വന്നപ്പോൾ, കമ്പ്യൂട്ടർ വിപ്ലവം വന്നപ്പോൾ എല്ലാവരെയും ജോലി പോകും എന്നെല്ലാവരും ആശങ്ക ഉണ്ടായി. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ വിപ്ലവം നാം അതിജീവിക്കും. പക്ഷേ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത്? നമ്മുടെ ജീവിതങ്ങളിൽ ഈശ്വരൻ്റെ സാന്നിധ്യം അത് കൂടുതലും അനുഭവിച്ചുകൊണ്ടായിരിക്കണം നാം ഇതിനെ അതിജീവിക്കേണ്ടത്. അത് അങ്ങനെ തന്നെ ആകുമെന്ന് വിശ്വാസത്തോടെ സർവേശ്വരനെ പ്രാർത്ഥിച്ചു വിരമിക്കുന്നു. നമസ്കാരം.